നമസ്കാരം. കോൺഗ്രസിനെ സംബന്ധിച്ച് അടിമുടി ക്ഷീണം സംഭവിച്ചിരിക്കുന്ന ഒരു ജില്ലയാണ് തിരുവനന്തപുരം. ഇതിനെയെല്ലാം തിരുത്തി കുറിക്കുന്നതിന് വേണ്ടി തിരുവനന്തപുരം ജില്ലയിലെ തിരുവനന്തപുരം നഗരസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് കെ മുരളീധരൻ. കോൺഗ്രസിന്റെ നിലവിലെ തിരുവനന്തപുരം MP ഡോക്ടർ ശശി തരൂറാണ്. 2009 മുതൽ തുടർച്ചയായിട്ട് 4ാം തവണയാണ് അദ്ദേഹം വിജയിച്ചു കയറുന്നതെങ്കിലും ശശി തരൂർ ഒരു കാര്യം പരാമർശിച്ചത് വളരെ വ്യക്തമായി തന്നെയാണ്. അതിനെ അംഗീകരിച്ചേ മതിയാവുകയുള്ളൂ. കാരണം അതിൽ വ്യക്തിപരമായി ശശി തരൂരിന് കിട്ടുന്ന വോട്ട് ഷെയർ എന്തുകൊണ്ട് കോൺഗ്രസിന് കിട്ടുന്നില്ല എന്നുള്ളത് ഇവിടെ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് കെ മുരളീധരൻ തന്നെ വ്യക്തമായി പറയുകയാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂർ 1677 വോട്ടുകൾക്കാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചത്. അപ്പോഴും കോർപ്പറേഷനിൽ രാജീവ് ചന്ദ്രശേഖരന് തന്നെയായിരുന്നു വലിയ ലീഡ് നേടിയെടുക്കുവാനായിട്ട് സാധിച്ചത്. കോർപ്പറേഷൻ പരിധിയിൽ വരുന്ന 4 നിയോജക മണ്ഡലമാണ് കൃത്യമായുള്ളത്. തിരുവനന്തപുരം സെൻട്രൽ, അതോടൊപ്പം തന്നെ വട്ടിയൂർക്കാവ്, നേമം, കഴക്കൂട്ടം എന്നിങ്ങനെ ഈ 4 അസംബ്ലി സെഗ്മെൻറ്റുകളിലാണ് കോർപ്പറേഷൻ്റെ വാർഡുകൾ കിടക്കുന്നത്. അതിൽ വട്ടിയൂർക്കാവും നേമവും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ തന്നെയാണ് ഇപ്പോൾ കെ മുരളീധരൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നത്. വട്ടിയൂർക്കാവിലും നേമത്തും കൂടുതൽ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ നിർത്തേണ്ടത് അനിവാര്യമാണെന്നും തിരുവനന്തപുരം സെൻട്രൽ അടക്കമുള്ള മേഖലകൾ കോൺഗ്രസിനെ സംബന്ധിച്ച് തിരിച്ചുപിടിക്കാൻ കഴിയണമെന്നും കെ മുരളീധരൻ തന്നെ ഇവിടെ തുറന്നു പറയുകയാണ്. നമുക്കറിയാം, വട്ടിയൂർക്കാവിൽ 2011 10,000-ലേറെ വോട്ടുകൾക്ക് ജയിച്ച കെ മുരളീധരൻ 2016 വിജയം ആവർത്തിച്ചു. കുമ്മനം രാജശേഖരനെയാണ് 7,600-ൽ പരം വോട്ടുകൾക്ക് തോൽപ്പിച്ചുകൊണ്ട് രണ്ടാമതും MLA ആയത്. എന്നാൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ അപ്രതീക്ഷിതമായി കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകേണ്ടി വന്ന കെ മുരളീധരൻ അവിടെ നിന്നും 84,000-ൽ പരം വോട്ടുകൾക്ക് വിജയിക്കുകയും പി ജയരാജൻ്റെ രാഷ്ട്രീയ മുന്നേറ്റത്തിന് അവിടെ ആണിയടിക്കുകയും ചെയ്തു. എന്നാൽ വട്ടിയൂർക്കാവ് സീറ്റ് കോൺഗ്രസിനെ സംബന്ധിച്ച് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെല്ലാം തന്നെ വഴിവെക്കുകയും ചെയ്തു. കെ മുരളീധരൻ തന്നെ കടുത്ത ഭാഷയിൽ മോഹൻകുമാറിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ ചോദ്യം ചെയ്തതാണ്. എന്നിട്ടും UDF പല കാര്യങ്ങളിലും പറഞ്ഞാൽ കേൾക്കാതെ ശക്തമായ തീരുമാനമെടുത്തത് കാരണം അവിടെ VK പ്രശാന്ത് വിജയിക്കാൻ കാരണമായി മാറുകയും ചെയ്തു. CPIM-ന്റെ താരതമ്യേന വോട്ട് കുറവുള്ള വട്ടിയൂർക്കാവിൽ CPIM-ന് വേണ്ടി VK പ്രശാന്ത് വിജയിച്ചത് വലിയൊരു ട്വിസ്റ്റായി തന്നെ അവിടെ മാറിക്കഴിഞ്ഞു. 14,000-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് VK പ്രശാന്ത് 2019 ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ വിജയിച്ചത്. 21-ലും പ്രശാന്ത് വിജയം ആവർത്തിച്ചു. എന്നാൽ 26-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരനിലൂടെ കോൺഗ്രസ് വട്ടിയൂർക്കാവ് മണ്ഡലം തിരിച്ചുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേമത്ത് താമര വിരിയാതിരിക്കാൻ വേണ്ടി തന്നെ കൊണ്ട് കഴിയാവുന്നതെല്ലാം തന്നെ ചെയ്യുമെന്നും കെ മുരളീധരൻ തന്നെ ഇവിടെ തുറന്നു പറയുകയാണ്. തൃശ്ശൂരിൽ സംഭവിച്ചത് എന്താണെന്ന് ഇപ്പോഴാണ് തനിക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നുവെന്നും മുരളീധരൻ തന്നെ തുറന്നു പറയുന്നു. സുരേഷ് ഗോപിക്ക് വിജയമൊരുക്കിയ ജനങ്ങൾ അവർ തന്നെ ഇപ്പോൾ അവർക്ക് തെറ്റുപറ്റിയെന്നുള്ളത് തുറന്നടിക്കുകയാണ്. സുരേഷ് ഗോപിയുടെ നീക്കങ്ങൾ പല അസ്വാരസ്യങ്ങൾ ഉടലെടുക്കാൻ കാരണമാകുന്നുണ്ട്. BJPക്ക് തൃശ്ശൂരിൽ പ്രത്യേകിച്ചും കോർപ്പറേഷനിൽ അതിൻ്റെ മേന്മയൊന്നും ഉണ്ടാവുകയില്ല. സുരേഷ് ഗോപിയുടെ താൽക്കാലിക വിജയം മാത്രമാണെന്ന് കെ മുരളീധരൻ തന്നെ ഇവിടെ പറഞ്ഞു വയ്ക്കുകയാണ്. എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ-ഐക്കൺ എനേബിൾ ചെയ്യുക. Please subscribe our channel.